നമസ്കാരം. 8ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വാക്ക് എന്നൊരു കൊച്ചു കഥയാണ്. മനുഷ്യ നിർമ്മിത ബുദ്ധി ലോകത്തെ മുഴുവൻ കീഴടക്കുകയും മനുഷ്യരെല്ലാം യാന്ത്രികരാവുകയും ചെയ്യുന്ന ഒരു കാലത്തിൻ്റെ ആകുലതകളാണ് ഈ കൊച്ചു കഥയിലൂടെ ഗ്രേസി എന്ന കഥാകാരി നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. നമുക്ക് ആ കഥയിലേക്ക് കിടക്കാം. യന്ത്രമനുഷ്യൻ കൈനീട്ടി പൂവിൽ നിന്നൊരു ചിത്രശലഭത്തെ നുള്ളിയെടുത്തു. കരകര ശബ്ദത്തിൽ അവൻ ചോദിച്ചു, നീ ആര്? ചിറകടിച്ച് ശലഭം വിക്കി. ഞാൻ നിർദ്ദയമായി അവൻ പറഞ്ഞു, ഞാൻ നിന്നെ വിശദമായി ഒന്ന് പഠിക്കട്ടെ. അവയവങ്ങൾ ഓരോന്നായി മുറിച്ചെടുത്ത് അവൻ മുരണ്ടു. ചായം കോരി ഒഴിച്ച ചിറകുകൾ, വല്ലാത്ത മൃദുവായ ഒരുടൽ, വെറുതെ തിളങ്ങുന്ന 2 കണ്ണുകൾ, തേനൊട്ടുന്ന കുഴൽ ചുണ്ട്, പൊടിപുരണ്ട കാലുകൾ. ഛേ, എന്തൊരു വൃത്തികെട്ട ജീവി! ഞങ്ങളുടെ ലോകത്തിൽ നിനക്കെന്തു കാര്യം? ഇതാണ് നമ്മുടെ ഈ കൊച്ചു കഥ. ആ പൂവിൽ നിന്ന് ചിത്രശലഭത്തെ നുള്ളിയെടുത്തിട്ട് ആ യന്ത്രമനുഷ്യൻ എന്നുള്ള വാക്ക് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. എന്താണ്? വളരെ യാന്ത്രികതയാണ്, ഒരു ഹൃദയമില്ല അല്ലേ, വളരെ യാന്ത്രികമാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ശലഭത്തെ നുള്ളിയെടുത്തിട്ട് ആ കരകര ശബ്ദത്തിൽ, ഒരു മയവുമില്ലാത്ത ശബ്ദത്തിൽ ചോദിച്ചു, നീ ആരാണ്? പാവം ശലഭം പേടിച്ചു പോയി വിക്കി ഉത്തരം പറഞ്ഞു. ഉത്തരം മുഴുവനായില്ല. ഞാൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ. നിർദ്ദയമായിട്ട് അവൻ പറഞ്ഞു. എന്താണ്? ഹൃദയമില്ലാത്ത സംസാരം, പെരുമാറ്റം അല്ലേ. ഞാൻ നിന്നെ വിശദമായി ഒന്ന് പഠിക്കട്ടെ. എന്താണ്? ചിത്രശലഭത്തെ നമ്മളൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സൗന്ദര്യമുള്ള ഒന്നാണ് അല്ലേ, എല്ലാവരുടെയും മനസ്സിനെ ആകർഷിക്കുന്നതാണ് ചിത്രശലഭം. പക്ഷേ ഒരു സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ അതിനെ കീറി മുറിച്ച് പഠിക്കണം എന്നൊരു ആശയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. എത്ര കഠിനമായിരിക്കും അത് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു വസ്തുവിനെ കീറി മുറിച്ചുകൊണ്ട് അതിലെ സൗന്ദര്യാംശം തിരയുക എന്ന് പറയുന്നത് എത്ര യന്ത്രത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു ദയനീയാവസ്ഥയാണ് കഥാകാരി ഇവിടെ സൂചിപ്പിക്കുന്നത്. അവൻ അവയവങ്ങൾ ഓരോന്നായി മുറിച്ചെടുത്തിട്ട് മുരണ്ടു. ചായം കോരി ഒഴിച്ച ചിറകുകൾ. എന്തൊക്കെ കാഴ്ചകളാണ് ആ കീറി മുറിച്ചവൻ പഠിക്കുന്നതെന്ന് നോക്കിയേ. ചായം കോരി ഒഴിച്ച ചിറകുകൾ, വല്ലാത്ത മൃദുവായ ഉടൽ, പാവം വളരെ കുഞ്ഞൊരു മൃദുവായ ഒരു ഉടൽ, വെറുതെ തിളങ്ങുന്ന 2 കണ്ണുകൾ. വെറുതെ തിളങ്ങുന്ന, ആ തിളക്കത്തിനൊക്കെ എത്രയോ മനോഹാരിതയുണ്ട് അല്ലേ. പക്ഷേ യന്ത്രത്തിന് എന്താണ് തോന്നുന്നത്? വെറുതെ തിളങ്ങുന്ന കണ്ണുകൾ, തേനൊട്ടുന്ന കുഴൽ ചുണ്ട് അല്ലെ. എത്രയോ പൂക്കളിലെ തേൻ നുകരുന്ന ഒരു ശലഭമാണത്. അവൻ്റെ തേനൊട്ടുന്ന കുഴൽ ചുണ്ട്, ഇതൊക്കെയാണ് ആ യന്ത്രം കാണുന്നത്. ഇങ്ങനെ ചില ഭാഗങ്ങൾ മാത്രമായിട്ടാണ് ആ ശരീരത്തെ അവൻ കാണുന്നത്, ആ യന്ത്രം കാണുന്നത്. പൊടി പുരണ്ട കാലുകൾ. എന്ത് പൊടിയാണത്? യഥാർത്ഥത്തിൽ പൂമ്പൊടിയാണ് അല്ലേ. ആ പൂമ്പൊടി ഒരു പൂവിൽ നിന്ന് ഒരു പൂവിലേക്ക് ആ തേൻ ഉണ്ണുമ്പോൾ ആ പൂമ്പൊടി ആ കാലുകളിൽ പറ്റിയാണ് ഈ ലോകം തന്നെ അല്ലേ, ഈ പ്രകൃതി തന്നെ നിലനിൽക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പൂക്കളെല്ലാം നാനാതരത്തിലുള്ള ചെടികളും ഇതൊക്കെ വൃക്ഷങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് ഈ പൂമ്പൊടി പറ്റി ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് പോകുമ്പോഴാണ്. ഇതൊക്കെ മനസ്സിലാക്കാതെ പൊടിപുരണ്ട കാലുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊരു വൃത്തികെട്ട ജീവി! എല്ലാം കൂടെ നോക്കിയപ്പോൾ തീരെ ഒരു ഭംഗിയുമില്ല, ഒരു കാര്യവുമില്ലാത്ത ഒരു ജീവിയായിട്ടാണ് യന്ത്രത്തിന് അവനെക്കുറിച്ച് തോന്നുന്നത്. ഞങ്ങളുടെ ലോകത്തിൽ, അതായത് യന്ത്രങ്ങളുടെ ലോകത്തിൽ, യാന്ത്രികതയുടെ ലോകത്തിൽ, ഹൃദയമില്ലാത്ത ലോകത്തിൽ ഈ പാവം ചിത്രശലഭത്തിന്റെ വർണ്ണങ്ങൾ വാരി വിതറി മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന, പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് തേനുണ്ട് നടക്കുന്ന, പരാഗണം നടത്തുന്ന ഈ ചിത്രശലഭങ്ങൾക്ക് എന്തു കാര്യം എന്നാണ് ചോദ്യം. അപ്പൊ അത്തരം ആ ലോകത്തെ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു നോക്കുക. യന്ത്രങ്ങൾ മാത്രമുള്ള, അല്ലെ തികച്ചും യാന്ത്രികമായ ഒരു ലോകം, ഒന്നിനെയും ഹൃദയം കൊണ്ട് കാണാനോ അറിയാനോ പറ്റാത്ത ഒരു ലോകത്തിൽ എത്രത്തോളം ദുഷ്കരമായിരിക്കും ആ തരത്തിലുള്ളൊരു ജീവിതമെന്ന് നമുക്ക് ആലോചിച്ച് നോക്കുവാൻ തന്നെ ഭയം തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ കൊച്ചു കഥ ഒരുപാട് വലിയൊരു ആശയം തന്നെയാണ് ഈ കുഞ്ഞു കഥ നമ്മുടെ മുൻപിൽ വെക്കുന്നത്. ഇത് ഈ കുറുങ്കഥ എന്നാണ് പറയുന്നത്. ഗ്രേസിയുടെ കുറുങ്കഥകളിൽ നിന്നെടുത്തിട്ടുള്ളതാണിത്. ഈ കുറുങ്കഥ എന്ന് പറയുന്നത് ലോക സാഹിത്യത്തിൽ ഫ്ലാഷ് ഫിക്ഷൻ, മിന്നൽ കഥ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക കഥകളാണ്. ഒരു സാഹിത്യ രൂപമാണിത്. നമ്മുടെ OV വിജയനും കുഞ്ഞുണ്ണി മാഷും അതുപോലെ PK പാറക്കടവ്
VKN തുടങ്ങിയ കഥാകാരന്മാരൊക്കെ, ഗ്രേസി ഉൾപ്പെടെയുള്ള കഥാകാരന്മാരൊക്കെ ഈ ഇത്തരത്തിലുള്ള കുറുങ്കഥകൾ രചിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഒരു വിത്തിൽ നിന്ന് ഒരു വലിയ മരം എന്നതുപോലെ ഒരു ചെറിയ കഥയിൽ നിന്ന് വലിയൊരാശയം നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കാനും കഴിയുന്ന തരം കഥകളെയാണ് ഈ കുറുങ്കഥകൾ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മുടെ പാഠഭാഗത്തേക്ക് കിടക്കാം. നമ്മുടെ പാഠത്തിൻ്റെ പേര് തിങ്കളാഴ്ച നല്ല ദിവസം. അതിനു മുമ്പായിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്ന ആ വാക്യത്തിലേക്ക് ഒന്ന് നോക്കാം. മായാത്ത കഥകളിലെ നക്ഷത്ര കണ്ണുകൾ, പാൽപുഞ്ചിരികൾ, അകന്നു പോകുന്ന താരാട്ടിനീണങ്ങൾ. അപ്പം ഈ പാൽപുഞ്ചിരി, താരാട്ട്, ഇതൊക്കെ നമ്മളിൽ ഉണർത്തുന്ന ഓർമ്മ എന്ന് പറയുന്നത് അമ്മയുടെ ഓർമ്മയാണ്, അല്ലേ? ലോകത്തിലെ ഏറ്റവും മധുരമുള്ള ശബ്ദം എന്ന് പറയുന്നത് അമ്മയാണ്. നമ്മുടെ കുട്ടിക്കാലത്തെ മാധുര്യമുള്ള കഥകൾ കൊണ്ട് നിറച്ചത് നമ്മുടെ അമ്മയാണ്. നമ്മൾ എത്ര ദൂരേക്ക് പോയാലും, എത്ര ഉയരെ വളർന്നാലും എവിടെയോ നമ്മളെ കാത്തിരിക്കുന്ന ഒരമ്മയുണ്ട്, അല്ലേ? നമ്മുടെ മനസ്സിലൊക്കെയും ആ അമ്മയെക്കുറിച്ചുള്ള ചിന്തകളും ആ ഓർമ്മകളും എപ്പോഴും ഇങ്ങനെ സജീവമായി നിലനിൽക്കുക തന്നെ ചെയ്യും. എന്നാൽ ചിലപ്പോഴെങ്കിലും, ചില അവസരത്തിൽ ചിലർക്കെങ്കിലും ഈ താരാട്ടും ഈ കഥകളുമൊക്കെ കാലം പോകെ ഒരു ഭാരമായി തീരുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് എത്രത്തോളം വേദനാജനകമാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു പാഠത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. പാഠത്തിൻ്റെ പേര് നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തിങ്കളാഴ്ച നല്ല ദിവസം. ഇത് ഒരു ചലച്ചിത്രത്തിൻ്റെ ഒരു തിരക്കഥയാണ്. തിരക്കഥയെന്ന് പറഞ്ഞാൽ ഒരു ചലച്ചിത്രത്തിൻ്റെ സാഹിത്യ രൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറയാം. കാരണം ഒരു ചലച്ചിത്രം എങ്ങനെയെല്ലാം ആയിരിക്കണം, അതിലെ കഥാപാത്രങ്ങൾ, അതിൻ്റെ പ്രമേയം, അതെങ്ങനെയൊക്കെ രൂപപ്പെട്ടു വരണം, അതിൻ്റെ അഭിനയം, അതിൻ്റെ എവിടെയാണ് അതിൻ്റെ ചിത്രീകരണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തന്നെ എഴുതി തയ്യാറാക്കി വെക്കുന്ന ഒന്നാണ് അതിൻ്റെ ആ സിനിമയുടെ തിരക്കഥ എന്ന് പറയുന്നത്. ഇവിടെ പി പത്മരാജൻ എന്ന മലയാളത്തിൻ്റെ കാലത്തെയും പ്രതിഭാധനനായ ചലച്ചിത്രകാരൻ, സാഹിത്യകാരൻ ഒക്കെ ആയിരുന്ന പി പത്മരാജൻ്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്ന സിനിമ 1985 റിലീസ് ചെയ്തത്. ആ വർഷം തന്നെ അതിന് ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അപ്പം ഇതിൻ്റെ ഈ ചലച്ചിത്രത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ആ കാലത്ത് അത്രയൊന്നും പ്രചാരത്തിലില്ലായിരുന്ന വൃദ്ധസദനം എന്ന് പറയുന്ന ഒരു സങ്കല്പം, അത് മലയാളിയുടെ മനസ്സിലേക്ക് ഒരു വലിയ നൊമ്പരമായിട്ട് കടന്നു വരാൻ ഈ സിനിമ കാരണമായി തീർന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊന്നും നമുക്കറിയാം, നമ്മുടെ കുറച്ചേറെ കാലങ്ങൾക്ക് മുമ്പ് നമുക്ക് ഈ കുപ്പികളിൽ വെള്ളം കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ വെള്ളം വാങ്ങാൻ കിട്ടുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ സങ്കല്പത്തിനപ്പുറമായിരുന്ന ഒരു സംഗതിയായിരുന്നല്ലോ. എന്ന് പറയുന്നത് പോലെ ഈ പ്രായമായ മാതാപിതാക്കളെ കൊണ്ടുചെന്നാക്കുന്ന ശരണാലയങ്ങളും വൃദ്ധസദനങ്ങളും ഒക്കെ നമുക്ക് ഒരു കാലത്ത് കേട്ടറിവ് പോലും ഇല്ലാത്ത ഒന്നായിരുന്നു. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ എല്ലാം, അല്ലെങ്കിൽ ആസ്വാദകന്റെ കണ്ണിനെ, പ്രേക്ഷകന്റെ കണ്ണിൽ കണ്ണീരണിയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സിനിമ നമ്മുടെ മലയാളിയുടെ ഇടയിലേക്ക് കടന്നു വന്നത് എന്നതുകൊണ്ട് തന്നെ ഈ സിനിമ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഈ ചലച്ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് ജാനകിയമ്മ എന്ന് പറയുന്ന വൃദ്ധയാണ്. അവരുടെ 2 മക്കളുണ്ട്. മൂത്ത മകൻ നാരായണൻകുട്ടി, ഭാര്യ അംബിക, ഒരു മകൾ. അതുപോലെ തന്നെ രണ്ടാമത്തെ മകൻ ഗോപൻ, ഭാര്യ ബിന്ദു, അവർക്ക് 2 കുട്ടികൾ. പിന്നെ ഒരു മകളും കൂടെ ഉണ്ട്. മരിച്ചുപോയ ഒരു മകളെ കുറിച്ച് കഥയിൽ പരാമർശിക്കുന്നുണ്ട്. അവർക്കൊരു മകനുണ്ട്, വേണു. അപ്പം ഈ ഇളയ മകനായ ഗോപനും ഭാര്യയും മക്കളും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. അതുപോലെ നാരായണൻകുട്ടി എന്ന് പറയുന്ന മൂത്ത മകനും ഭാര്യയും ബോംബെയിൽ താമസിക്കുന്നവരാണ്. അപ്പം ഇങ്ങനെയുള്ള ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒത്തുചേർന്നിരിക്കുകയാണ് കുടുംബത്തിൽ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുന്നതിന്. അമ്മ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. തൻ്റെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് മക്കളെല്ലാവരും കൂടി കുടുംബത്തിൽ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അമ്മയറിയാതെ ചില തീരുമാനങ്ങൾ ഇവരുടെ ഇടയിൽ, ചില ചർച്ചകളും തീരുമാനങ്ങളും ഈ മക്കളുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. അത് വളരെ വൈകി മാത്രമേ അമ്മ അറിയുന്നുള്ളൂ.
അപ്പം ആ വീടിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു എന്നതുപോലെ ആ വീടിനെ മുഴുവൻ സ്നേഹിച്ചുകൊണ്ട് ആ തൊടിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആ പശുക്കളെയും അതുപോലെയുള്ള വളർത്ത് മൃഗങ്ങളെയും അരുമയോടെ പാലിച്ചുകൊണ്ട് എല്ലാത്തിനും വേണ്ടി മക്കളെയൊക്കെ സ്നേഹിച്ച് കൊച്ചുമക്കളെയും സ്നേഹിച്ച് നടക്കുന്ന ആ അമ്മ. അപ്പം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് മാറ്റങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇനി ഈ അടുത്ത സീനുകളിലൂടെ നമ്മൾക്ക് കാണാൻ കഴിയും. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. സീൻ 31. പറമ്പിൽ ആടിനെ അഴിച്ച് മേലേക്ക് വരുന്ന അമ്മ, ഒപ്പം അംബികയും ബിന്ദു ഋതുവുമുണ്ട്. ബിന്ദു: അമ്മയുടെ ഇവിടുത്തെ ഈ ഒറ്റയ്ക്ക് കിടന്നുള്ള അലച്ചിലും ബുദ്ധിമുട്ടുമൊക്കെ ഒന്ന് അവസാനിക്കാൻ പോവാ. അമ്മ: എനിക്കെന്തോന്ന് അലച്ചില്? ബിന്ദു: അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ. പതുക്കെ: അതിനുള്ള ഹെൽത്ത് ഉണ്ടെങ്കിലും സാരമില്ലായിരുന്നു. ആടിനെ കെട്ടി പശുവിൻ്റെ അരികിലെത്തി അതിന് വെള്ളം കൊടുക്കുന്ന അമ്മ. മെല്ലെ അംബിക: ബിന്ദുവിനേക്കാൾ ഹെൽത്തിയാ അമ്മ. അത് കേൾക്കാത്തതുപോലെ. ബിന്ദു: കുഴപ്പം ഉണ്ടോന്നുള്ളതല്ല, അമ്മയ്ക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. പാതി അംബികയോടായി. അമ്മയുടെ പ്രായത്തിലൊക്കെ പുറത്തുള്ളവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നല്ല കംഫർട്ടബിളായിട്ട് എല്ലാ പണിയും ഒതുക്കി അതിനുള്ള സ്ഥലങ്ങളുണ്ട്. പറ്റിയ ഒരു സെൻറ്റർ നോക്കി അങ്ങോട്ട് മാറും. മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവരുടെ കമ്പനിയും കൂടി ആകുമ്പോൾ കാണണം ചിലരെയൊക്കെ എന്ത് ഹാപ്പിയാണെന്നറിയാവോ. അങ്ങനെ ഒരു സ്ഥലം അമ്മയെ കൊണ്ടുചെന്ന് കാണിക്കാൻ പോവുക. അപ്പം ഇതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം. ഒറ്റയ്ക്ക് അമ്മ കിടന്ന് കഷ്ടപ്പെടുന്നു എന്നുള്ള ഭാവത്തിൽ, അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്നവർക്ക് കുറച്ച് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് എന്ന ഒരു ഭാവേന അമ്മയെ പുതിയ ഒരു ഇടത്തിലേക്ക് കൊണ്ടുചെന്നാക്കാനുള്ള മക്കളുടെ ഒരു ശ്രമം, അത് വളരെ ഭംഗിയായിട്ടും വളരെ അലങ്കാരികതയോടും കൂടി അമ്മയുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഈ മരുമക്കൾ. നല്ല കംഫർട്ടബിളായിട്ട് എല്ലാ പണിയും ഒതുക്കി അതിനൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ വാർദ്ധക്യം വളരെ സന്തോഷകരമായിട്ട് ആഘോഷിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പുറം രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് പതിവ് എന്ന് പറയുകയാണ്. അവർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും കിട്ടും. എന്ത് ഹാപ്പിയാണെന്നറിയാവോ. വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അമ്മയ്ക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇവിടെ എന്താണ് അമ്മയ്ക്ക് അലച്ചില്ല? അവർ ചോദിക്കുന്നത് എനിക്ക് എന്തോന്ന് അലച്ചില്ല. അവർ ഒരുപക്ഷെ ഓർമ്മ വെച്ച കാലം മുതൽ ഇതുപോലെയുള്ള ജോലികൾ തൻ്റെ കുടുംബത്തിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇങ്ങനെ വീട്ടിലെ ജോലികൾ ചെയ്യുന്നതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട്, അല്ലെങ്കിൽ മക്കളെ വളർത്തുന്നതോ കൊച്ചുമക്കളെ സ്നേഹിക്കുന്നതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട് കാണാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്മ: എന്നിട്ട്? ബിന്ദു: എന്നിട്ടൊന്നുമില്ല, അവിടെ ഒരു പണിയുമില്ല, വെറുതെ ഇരിക്കുക. അമ്മ: വെറുതെ ഇരുന്നിട്ട്? ബിന്ദു: വെറുതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ഇരിക്കുകയല്ല. TV കാണാം, വീഡിയോ കാണാം, പ്രെയർ ഉണ്ട്, എക്സസൈസ് ഉണ്ട്, സകല ഡെയിലീസും പീരിയോഡിക്കൽസും കിട്ടും. ദിവസവും ഡോക്ടർ വരും, നോക്കും. എത്ര ദൂരെയുള്ള ബന്ധുക്കളായാലും എപ്പോഴും അവരുമായിട്ട് ടച്ചിലിരിക്കാം. വേണേൽ ആരുടെയെങ്കിലും കൂടെ പോയി നിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങനെയും ചെയ്യാം. വീട് പോലെ തന്നെ, പക്ഷെ കുറെ കൂടി കംഫർട്ടബിളായ ഒരു വീട്. അപ്പോൾ ആ പോകാൻ പോകുന്ന അല്ലെങ്കിൽ ആ പുതിയ സ്ഥലത്തെ വളരെ ഭംഗിയായിട്ട്, വളരെ ആകർഷകമായിട്ട് ആ മരുമകള് ബിന്ദു അവതരിപ്പിക്കുകയാണ് അമ്മയുടെ മുൻപിൽ. എന്താണ്, വെറുതെ അങ്ങ് ഇരിക്കുവല്ല, ചുമ്മാ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് വെറുതെ ഇരിക്കുവെന്നുമല്ല. TV കാണാം, വീഡിയോ കാണാം, പ്രാർത്ഥനയുണ്ട്, അതുപോലെ എക്സസൈസ് ചെയ്യാം, അതുപോലെ വായിക്കാം. പിന്നെ ദിവസവും ഡോക്ടർ വന്ന് ഹെൽത്തൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ വേണമെങ്കിൽ എപ്പോഴും ദൂരെയുള്ള ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഫോണിൽ ഒക്കെ ബന്ധപ്പെടാം. പിന്നെ വേറെ ഇതിൻ്റെ ഇടയ്ക്ക് ആരുടെയെങ്കിലും കൂടെ പോയി നിൽക്കണം എന്ന് തോന്നിയാൽ അതുമാവാം. ഇതൊക്കെയാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല സുഖകരമായ ഒരു വീട് പോലെ തന്നെ എന്നാണ് പറയുന്നത്. അമ്മയുടെ മുഖത്ത് ക്രമേണ ശ്രദ്ധയേറുന്നുണ്ട്. അപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അമ്മയുടെ സങ്കല്പത്തിലൊന്നും ഇല്ലാത്ത ചില കാര്യങ്ങൾ തന്നെയാണ്. അമ്മ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. താൻ ഇടപെട്ട, താന് ഇങ്ങനെ സ്വന്തമായി കൊണ്ടു നടക്കുന്ന ഈ ലോകം, ഇതല്ലാതെ ഒരു ലോകം അമ്മയുടെ ഓർമ്മയിലോ മനസ്സിലോ ഒന്നുമില്ല എന്നുള്ള ഒരു സത്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. ബിന്ദു: അമ്മ അത്തരം സ്ഥലത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അമ്മ: സ്വർഗലോകം എന്ന് കേട്ടിട്ടുണ്ട്. അവിടെയും ഇതുപോലെ ആർക്കും പ്രത്യേകിച്ച് ഒരു പണിയുമില്ല. അവിടെ പിന്നെ ആടാം പാടാം അങ്ങനെയും കൂടെയൊക്കെ ഉണ്ട്. അപ്പം അമ്മ അതിൽ ഒരു തമാശ
കണ്ടെത്തുകയാണ്. സ്വർഗലോകമാണ് ഇതുപോലെ ഒരു പണിയില്ലാതെ പരമസുഖമായിട്ട് ജീവിക്കുന്ന ഇടമായി അമ്മ മനസ്സിലാക്കിയിട്ടുള്ളതാകെ സ്വർഗലോകമാണ്. അതുകൊണ്ട് അമ്മ പറയുകയാണ് സ്വർഗലോകമെന്ന് കേട്ടിട്ടുണ്ട്, അവിടെ ഇതുപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യണ്ട, പക്ഷെ അവിടെ ആടുകയും പാടുകയും ഒക്കെ ചെയ്യാം എന്നാണ് കൂടെ പറയുന്നു. അംബിക ചിരിച്ചു. ബിന്ദു, അയ്യോ അമ്മേ, ഇത് സ്വർഗലോകമല്ല, ഇതിന്റെ പേര് ശരണാലയം. അപ്പൊ ആ പുതിയ സംഭവത്തെ അമ്മയുടെ മുമ്പിൽ വളരെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാനായിട്ട് ആ മരുമകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത സീനിലേക്ക് കിടക്കുകയാണ്. 32. വീട് പുറത്തോ ഉമ്മറത്തോ മറ്റോ അമ്മയും മകനും. അമ്മ നാരായണൻകുട്ടിയെ നോക്കി, അമ്മയുടെ മൂത്ത മകനെ നോക്കിയിട്ട് പറയാണ് അമ്മ, നാരായണൻകുട്ടി ഇതുവല്ലോ കേട്ടായിരുന്നോ? നാരായണൻകുട്ടി, ആ അമ്മ, ഇവിടം വിൽക്കുന്നതിനെ കുറിച്ചൊക്കെയാ ഇവൻ പറയുന്നത്. നാരായണൻകുട്ടിയുടെ മൗനം ഗോപനെ ലേശം ശുണ്ഠി പിടിപ്പിച്ചു. ഗോപൻ, ഞാൻ ചേട്ടനുമായിട്ട് ഇതെല്ലാം ആലോചിച്ചതാ. അമ്മ, ആണോടാ? നാരായണൻകുട്ടി, ആ ഏതാണ്ടെല്ലാം പറഞ്ഞു. അമ്മ, അപ്പോൾ നീയും കൂടെ അറിഞ്ഞോണ്ടാണോ എന്നോടിത് ഒളിച്ചു വെച്ചത് ഇത്രയും നാളും? അവരുടെ സ്വരത്തിൽ പെട്ടെന്നൊരു വിതുമ്പൽ വന്നു. ഉടൻ തന്നെ അവരത് നിയന്ത്രിച്ചു. അപ്പോഴ് അമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കള് അവിടെ വന്നിരിക്കുന്നത് തൻ്റെ പിറന്നാൾ ആഘോഷിക്കാനാണ് എന്നുള്ള വലിയ സന്തോഷത്തിലാണ് അമ്മ നടന്നിരുന്നത് അതുവരെ. എന്നാൽ ഇപ്പം ഒരു കാര്യം അമ്മയ്ക്ക് മനസ്സിലാവുകയാണ്. അത് തൻ്റെ ഇളയ മകൻ പറഞ്ഞ കാര്യം മൂത്ത മകനോട് ചോദിക്കുകയാണ്, നീയും ഇത് അറിഞ്ഞിട്ട് തന്നെയാണോ? നീ ഇതൊക്കെ അറിഞ്ഞിരുന്നോ? ഇത്രയും നാളും എന്നിട്ടാണോ എന്നോടിത് മറച്ചു വെച്ചത് എന്ന് ചോദിക്കുകയാണ്. ഇവിടം വിൽക്കുന്നതിനെ കുറിച്ചാണ്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള, ഒരുപക്ഷെ അവര് ഭർത്താവുമായിട്ട് ജീവിച്ച, കുറേയേറെ കാലം ജീവിച്ച, ഈ മക്കളെയൊക്കെ പൊറ്റി വളർത്തിക്കൊണ്ട് വന്ന ഒരു ഇടം, ആ വീടും ആ പരിസരവും ആ പറമ്പും, അതൊക്കെ വിൽക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഹൃദയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അമ്മ മൂത്ത മകനോട് ചോദിക്കുകയാണ്, നീയും കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ? അപ്പോൾ ആ ഇളയ മകന് കുറച്ച് ദേഷ്യം വരുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അയാൾ വളരെ നിസ്സംഗതയോടെ കൂടെ ഏതാണ്ടെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു ഒഴുക്കൻ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അവരുടെ പെട്ടെന്ന് അപ്പോൾ ആ മകനും കൂടി അറിഞ്ഞിട്ടാണ് ഇതൊക്കെ എന്നുള്ളത് അവരെ കൂടുതൽ വേദനിപ്പിക്കുകയാണ് അല്ലേ. ഒരുപക്ഷെ തൻ്റെ വേദനകൾ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തെ കുറച്ചുകൂടെ അടുത്തറിയാവുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഒരുപക്ഷെ മൂത്ത മകന് ഇത് അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നൊരു സംശയം അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വ്യക്തമായി, അവനും ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നു. അവരുടെ സ്വരത്തിൽ പെട്ടെന്നൊരു വിതുമ്പൽ വന്നു. അവര് ഒന്ന് വിതുമ്പിപ്പോയി. അത്രയേറെ ആത്മബന്ധം ആ വീടുമായി, ആ ചുറ്റുപാടുമായിട്ട് ആ അമ്മയ്ക്കുണ്ട്. ഉടൻ തന്നെ അവരത് നിയന്ത്രിച്ചു. പക്ഷെ അവര് ഉടൻ തന്നെ അത് നിയന്ത്രിച്ചു. കാരണം തൻ്റെ ഉള്ളിലുള്ള ഈ വികാരം അത് തൻ്റെ മക്കളെ വേദനിപ്പിക്കാൻ പാടില്ല എന്നൊരു ചിന്തയായിരിക്കാം ഒരുപക്ഷെ അവര് സ്വയം നിയന്ത്രിച്ചതിന് പിന്നിൽ. പിറകിൽ അംബിക കടന്നു വന്നു നിന്നു. നാരായണൻകുട്ടി, ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ മണി കുറെ കാശ് കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടെ കാശ് വേണം, അതിന് ഈ വീട് കൊടുത്താലോ എന്നവൻ എന്നോട് ചോദിച്ചു. അവൻ്റെ ഷെയറിലാ വീട്, എനിക്കത് തലയിടാനൊക്കെയില്ല. വളരെ ഭംഗിയായിട്ട് അതിൽ ഒഴിവാകുകയാണ് അല്ലെ, കൈ കഴുകുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. കാരണം അവൻ്റെ ഷെയറിലാണ് വീട് സ്ഥലവും ഇരിക്കുന്നത്. അപ്പോൾ അവനോട് അരുത് എന്ന് പറയാൻ ജ്യേഷ്ഠനാണെങ്കിലും തനിക്ക് കഴിയില്ല എന്ന ഒരു കാര്യമാണ് അമ്മയോട് നാരായണൻകുട്ടി പറയുന്നത്. ബാംഗ്ലൂരിൽ ഒരു ഫ്ലാറ്റ് വാങ്ങണം അനിയന്. അവൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, ബാക്കി പണം കണ്ടെത്തിയേ പറ്റുള്ളൂ. അപ്പം അതിനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് എന്താണ്? ഈ വീടും പറമ്പും വിൽക്കുക എന്നത് തന്നെയാണ്. ഗോപനും ലേശം ചൂട് കയറി. ഗോപൻ, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാവുകയില്ല. അമ്മ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ നമ്മുടെ ആരുടെയെങ്കിലും കൂടെ വന്ന് നിൽക്കണം. അത് എത്ര പറഞ്ഞാലും കേൾക്കുകയില്ല. അതുകൊണ്ട് കുറെ കൂടി നോക്കാനും കാണാനും ഒക്കെ ആളും സൗകര്യവുമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു. ഇതൊക്കെ ആലോചനയുടെ സ്റ്റേജിൽ ഇരിക്കുന്ന കാര്യങ്ങളാ. എല്ലാവരും കൂടെ ഒന്നിരുന്ന് ഡിസ്കസ് ചെയ്താൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുമാനിക്കാവുന്ന കാര്യങ്ങളാ ചേട്ടനെ ഉദ്ദേശിച്ച്. അതിനാരും തയ്യാറാവുന്നില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ അനുജനും കുറച്ചൊന്ന് ചൂട് കയറി എന്നിട്ട് പറയുകയാണ്, അമ്മ എന്തായാലും ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒട്ടും ശരിയല്ല. കാരണം എന്താണ്, അമ്മയ്ക്ക് പ്രായമായി വരുവാണല്ലോ. അത് അമ്മ ആരുടെയെങ്കിലും കൂടെ മക്കളുടെ കൂടെ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ അമ്മ ആ സ്ഥലം വിട്ട് വരികയുമില്ല. കുറെ കൂടെ നോക്കാനും കാണാനും ആളും സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ ഇത് അമ്മയെ വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നുമല്ല, പിന്നെയോ കുറച്ചും കൂടെ ആളും സൗകര്യവുമുള്ള സ്ഥലത്തേക്ക് അമ്മയെ സുരക്ഷിതമായിട്ട് മാറ്റുകയാണ് എന്നാണ് മകൻ പറയുന്നത്. ഇതൊക്കെ
ഇതൊക്കെ ആലോചിക്കാനുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും പെട്ടെന്ന് ഉടനടി തീരുമാനം എടുക്കുന്നതല്ല, എല്ലാവരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞു. പക്ഷെ ചേട്ടൻ അതിന് ഇരുന്ന് തരുന്നില്ല എന്നാണ് അനുജന്റെ പരാതി. അംബിക പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട്, വീടും പറമ്പും ഗോപന്റെ ഷെയറാ, അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്തോണം. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലോ. അല്ലാത്ത ഒരു പ്രസ്താവനയാണ് അല്ലെ ആ മരുമകൾ പറയുന്നത്. അമ്മ ആരുടെയും പ്രത്യേക ഷെയറിലല്ലോ. അപ്പോൾ വസ്തുക്കൾ ഭാഗം വെക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഓരോരുത്തർക്കായി സ്വത്തുക്കൾ, അവരുടെ ഷെയറുകൾ, ഓഹരി അവർക്ക് കൊടുക്കുന്നത് പോലെയാണോ അമ്മയെന്ന് പറയുന്നത് ആരുടെയെങ്കിലും ഷെയറിലുള്ള കാര്യമാണോ? അല്ലെങ്കിൽ അമ്മയെ ഏറ്റെടുക്കാൻ ആരാണ് തയ്യാറാവുക എന്നൊരു ചോദ്യം കൂടെ അതിലുണ്ട് അല്ലെ. സ്വത്തുക്കൾ അവകാശം പറഞ്ഞ് സ്ഥാപിച്ചെടുത്ത് സ്വന്തമാക്കുന്നത് പോലെ അത്രയും ഉശിരോടെ അമ്മയെ സ്വന്തമാക്കാൻ, അല്ലെങ്കിൽ അമ്മയുടെ ബാധ്യത ഏറ്റെടുക്കാൻ ആരാണ് തയ്യാറാവുക എന്നൊരു ചോദ്യം കൂടെ അതിനകത്തുണ്ട് അല്ലെ. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം തന്നെ താൻ പെറ്റു വളർത്തിയ മക്കള്, അല്ലെങ്കിൽ അവരുടെ കുടുംബം, അതിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് ഏറ്റവും വേദനാജനകമായ സംഭവം തന്നെയാണ്. എന്തായിരുന്നാലും അടുത്ത സീന് 60. തിങ്കളാഴ്ച. അമ്മ ആ വീടിന്റെ പടിയിറങ്ങി. അമ്മയുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു തുണിസഞ്ചി പോലും. എല്ലാവരും ഉണ്ട്, 2 മക്കളും അവരുടെ കുടുംബവും, വേണുവും അശോകനും അമ്മിണിയും. മുറ്റത്തൊരു ടൂറിസ്റ്റ് അംബാസഡർ കിടപ്പുണ്ട്. ഡ്രൈവർ കാത്തു നിൽക്കുന്നു. പിൻസീറ്റിൽ അമ്മയ്ക്ക് തലയണയും കുഷനും ഒക്കെ ഉണ്ട്. അമ്മ കരയുന്നില്ല. ഒരുതരം പ്രത്യേക പ്രസന്നത മുഖത്ത് മനഃപൂർവ്വം കയറ്റി നിർത്തിയതുപോലെ. ഇവിടെ അമ്മ ആ വീടിന്റെ പടിയിറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചിരിക്കാം? വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അല്ലെ. ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. എന്തായാലും അവസാനം അവരൊരു തീരുമാനത്തിലെത്തുകയാണ്. അമ്മ യാത്രയാവുകയാണ്. അമ്മ ആ വീടിന്റെ പടിയിറങ്ങുകയാണ്. ഏറെക്കാലം തൻ്റെ മക്കളുമായി ജീവിച്ച, തൻ്റെ ഭർത്താവുമൊത്ത് ജീവിച്ച ആ വീട്ടിൽ നിന്ന് തൻ്റെ വളർത്ത മൃഗങ്ങളെയൊക്കെ എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട് അമ്മ ഇറങ്ങുകയാണ്. മാത്രമല്ല അവരുടെ കയ്യിൽ ഒന്നുമില്ല അല്ലെ. മാറിയിടാനുള്ള വസ്ത്രം പോലും എടുക്കാതെയാണ് അവരെ യാത്ര. ഒരു തുണിസഞ്ചി പോലും അവരുടെ കയ്യിലില്ല. എല്ലാം ഉപേക്ഷിച്ച് അമ്മ യാത്രയാവുകയാണ്. എല്ലാവരും ഉണ്ട്, 2 മക്കളും അവരുടെ കുടുംബവും, വേണുവും അശോകനും അമ്മിണിയും എല്ലാവരും ഉണ്ട്. മുറ്റത്തൊരു ടൂറിസ്റ്റ് അംബാസഡർ കിടപ്പുണ്ട്. അമ്മയെ കൊണ്ടുപോകാനായിട്ടാണ് ഡ്രൈവർ കാത്തു നിൽക്കുന്നു. പിൻസീറ്റിൽ അമ്മയ്ക്ക് തലയണയും കുഷനും ഒക്കെ വെച്ച് അമ്മയുടെ യാത്ര അവിടെ എത്തുന്നവരെ, സുഖകരമായ ഒരു യാത്ര വരെ മക്കൾ വളരെ കരുതലോടെയാണ് ചെയ്യുന്നത്. അമ്മ കരയുന്നില്ല. അമ്മ വളരെ നിയന്ത്രിച്ച് ആത്മസംയമം പാലിച്ചു തന്നെയാണ് നിൽക്കുന്നത്. തൻ്റെ കണ്ണീര് മക്കളുടെ മേലൊരു ദുഃഖമായി, അല്ലെങ്കിൽ ഒരു ശാപമായി വീഴാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല. ഒരുതരം പ്രത്യേക പ്രസന്നത മുഖത്ത് മനഃപൂർവ്വം കയറ്റി നിർത്തിയ പോലെ. അപ്പൊ എന്തൊക്കെയോ ആലോചിച്ചുറച്ചതുപോലെയാണ് അല്ലെ. എന്തിനാണ് തന്നെ അവിടെ നിന്ന് അകറ്റിക്കൊണ്ടു പോകാൻ, അല്ലെങ്കിൽ തൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്ന പേരിലാണെങ്കിലും തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അത് മക്കളെടുത്ത തീരുമാനമാണ്. ഒരുപക്ഷെ അത് അമ്മയ്ക്ക് മാറ്റാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് എന്താണ് കിട്ടിയ ഈ സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്ന ഈ സന്ദർഭത്തെ പ്രസന്നതയോടെ നേരിടുക എന്നുള്ളതാണ് അവര് കാണുന്ന ഒരു കാര്യം. അതുകൊണ്ട് മുഖത്ത് മനഃപൂർവ്വം ഒരു പ്രസന്നത കൃത്രിമമായി ഉണ്ടാക്കിയതുപോലെ എങ്കിലും ആ പ്രസന്നമായ മുഖത്തോടുകൂടി അവര് കാറിനടുത്തെത്തി. അമ്മ നിന്നു. അമ്മ എന്നാ എല്ലാവരോടും, ആരും ഒന്നും മിണ്ടിയില്ല, എല്ലാവരോടും കൂടി അമ്മ യാത്ര പറയുകയാണ്. കുനിഞ്ഞ് കുട്ടിയെ വാരിപ്പിടിച്ച് കവലിൽ ആഴമുള്ള ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് വിതുമ്പൽ ഒടുക്കാൻ ബന്ധപ്പെട്ടു. ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പോൾ അമ്മയ്ക്ക് ഒന്ന് നിയന്ത്രണം വിട്ടു. എന്നാൽ അമ്മ ആ വിതുമ്പൽ ഒതുക്കാൻ ബന്ധപ്പെട്ടു. അമ്മ, പോട്ടെ മക്കളെ. ഋതു, അമ്മുമ്മ അവിടുന്ന് ഫോൺ ചെയ്യണം. അമ്മ, ചെയ്യാം. ഋതു, ഇന്ന് വിളിക്കണം ശാഠ്യത്തോടെ. അമ്മ, ഇന്നിപ്പോ എന്താ വിളിക്കാൻ? നാളെ വിളിക്കാം. ഋതു, എപ്പോ? അമ്മ, നാളെ രാവിലെ. ഋതു, രാവിലെ എത്ര മണിക്ക്? അമ്മ, മോള് പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മുമ്മ വിളിക്കാം. അപ്പൊ കുട്ടിക്ക് സന്തോഷമായി. കുട്ടി തലയാട്ടി. അംബികയുടെ കണ്ണുകളിൽ നനവ് വീണു. മറ്റാരും കാണാതെ അവളത് മാനേജ് ചെയ്തു. അനുതാപമുണ്ട് അല്ലെ. മരുമകളാണെങ്കിലും അവർക്ക് അമ്മയോട് അനുതാപം തോന്നുകയാണ്. എന്തായാലും മറ്റാരും കാണുന്നത് ആ സമയത്ത് അത് ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൾ അത് മാനേജ് ചെയ്തു. നാരായണൻകുട്ടി വന്ന് ഡോർ തുറന്നു പിടിച്ച് നിന്നു. അമ്മ കുട്ടിയെ വിട്ട് ഒരു സ്റ്റെപ്പ് കാറിനരികിലേക്ക് വച്ചു. എല്ലാവരോടുമായി. അമ്മ, പശുവിൻ്റെയും ആടിൻ്റെയും കാര്യമൊക്കെ ഞാൻ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അവൾക്കാ. അവളത് നിങ്ങൾ പോയിട്ട് വേണ്ട പോലൊക്കെ വീതിച്ചു കൊടുത്തോളും. അതുവരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ നിന്നോട്ടെ. അമ്മിണി കണ്ണു തുടച്ചു.
അമ്മ: നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ എന്നെ ഈ പുരയിടത്തിൽ തന്നെ ദഹിപ്പിക്കാനിടയായാൽ ആ മാവ് തന്നെ വെട്ടണം. നാരായണൻകുട്ടി അസ്വസ്ഥനായി അംബികയെ നോക്കി. കാറിലേക്ക് കയറാനായി ഡോറിൽ പിടിച്ച് പെട്ടെന്ന് ഓർത്തതുപോലെ അമ്മ തിരിഞ്ഞു നിന്നു. അപ്പൊ അമ്മയ്ക്ക് ഒരാഗ്രഹമുണ്ട്. എന്താണ്? നടക്കുമെന്ന് തോന്നുന്നില്ല എന്നറിയാം എന്ന തിരിച്ചറിവോട് തന്നെയാണ് അമ്മ പറയുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇനി തന്നെ ഈ പുരയിടത്തിൽ തന്നെ ദഹിപ്പിക്കാനിടയായാൽ ആ മാവ് അത് വെട്ടി തന്നെ ദഹിപ്പിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടെ അമ്മ നടത്തുകയാണ്. അമ്മ: പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്. ഞാനിപ്പോൾ എങ്ങോട്ടോ പോവുകയാണല്ലോ. നിങ്ങൾ ആരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. പിള്ളേർ പോലും. എല്ലാ മുഖങ്ങളിലും ഒരു പകപ്പുണ്ട്. അപ്പം അത് അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനമാണ് അമ്മയുടെ, അല്ലേ? ഇനി ഒറ്റ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ എവിടെയോ പോവാണല്ലേ, അത് എവിടെയാണെന്നോ അതിൻ്റെ രൂപം എന്താണെന്നോ അവിടുത്തെ ജീവിതം എന്താണെന്നോ ഒന്നും അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. എവിടെയോ പോവുകയാണ് എന്ന് മാത്രം അറിയാം. എന്തായാലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഇനി എത്ര കാലം അമ്മ ജീവിച്ചിരുന്നാലും തന്നെ കാണാനായിട്ട് ആരും, കുട്ടികൾ പോലും അങ്ങോട്ട് വരരുത്. അതൊരു വല്ലാത്ത ഒരു കടുത്ത പ്രഖ്യാപനം തന്നെയാണ്, അല്ലേ? കാരണം അത്ര നാളും പരിചയിച്ച് ജീവിച്ച തൻ്റെ മക്കളെ വളർത്തി വലുതാക്കി അവരുടെ കൊച്ചുമക്കളെയും ഒക്കെ സ്നേഹിച്ചും പരിലാളിച്ചും ജീവിച്ച ഇടത്തിൽ നിന്ന് അവരെ പറിച്ചെറിയുകയാണ്, അല്ലേ? അപ്പോൾ അതോടുകൂടി ആ ബന്ധത്തിന് എത്രത്തോളം ആഴമുണ്ടായിരുന്നു എന്നൊക്കെ അവര് തിരിച്ചറിയുന്ന ഒരു നിമിഷമാണത്. ആ അവസ്ഥയിൽ അവര് ആവശ്യപ്പെടുന്ന ഒന്നേ ഉള്ളൂ, ഇനി അമ്മയെന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കാനായിട്ട് ആരും തന്നെ അന്വേഷിച്ച് പോരരുത് എന്ന ഉറച്ച ഒരു തീരുമാനമാണ് ആ മക്കളോട് പറയുന്നത്. അത് ആ ഒരു പ്രഖ്യാപനം എല്ലാവരെയും ഒന്ന് അന്ധാളിപ്പിച്ചു. എല്ലാ മുഖങ്ങളിലും ഒരു പകപ്പുണ്ട്. അമ്മ കാറിലേക്ക് കയറിയിരുന്നു. നാരായണൻകുട്ടി ഡോർ അടച്ചു. അകലെ പശു കരഞ്ഞു. അമ്മ ഞെട്ടലോടെ അവിടേക്ക് നോക്കി. അമ്മയുടെ കാഴ്ചപ്പാടിൽ അകലെ പറമ്പിൽ ഒരു പശു അത് നീട്ടിക്കരഞ്ഞു. വേറെ എവിടെയോ നിന്നോ വേറൊന്നുകൂടി. അപ്പം എന്താണ്, മക്കൾക്ക് പോലും ഇല്ലാത്ത ആ വേദനയാണ് അമ്മയെ വേർപിരിയുന്ന അമ്മയുടെ വളർത്തു മൃഗത്തിനുണ്ടാകുന്നത്. അതാണ് അമ്മയെ ഞെട്ടിപ്പിക്കുന്നത്, അല്ലേ? ആ ഞെട്ടലോടെ അമ്മ ആ പശു കരഞ്ഞിടത്തേക്ക് നോക്കുകയാണ്. തൊട്ടടുത്ത് നിന്ന് മറ്റൊരു പശുവും കൂടി കരയുന്ന കാഴ്ച. അപ്പം ആ സഹജീവികൾക്കുള്ള സ്നേഹം പോലും അല്ലെങ്കിൽ അവർക്ക് ആ പശുക്കൾക്ക് തമ്മിലുള്ള ഒരു ആത്മബന്ധം പോലും ഈ അമ്മയോട് മക്കൾക്കില്ല എന്നുള്ള ഒരു വാസ്തവം കൂടെ നമ്മൾ അവിടെ തിരിച്ചറിയുകയാണ്, അല്ലേ? ഒരു പശു കരഞ്ഞു, അതിന് മറുപടി എന്നോളം മറ്റൊരിടത്തു നിന്ന് വേറൊരു പശു കരയുന്നു. അത് മനഃപൂർവ്വം തന്നെ ചലച്ചിത്രകാരൻ അതിൽ ചേർത്തിട്ടുള്ളതാണ്, അല്ലേ? അത്ര പോലും മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്ന് മക്കൾക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവും കൂടെ അമ്മയ്ക്ക് ആ അവസ്ഥയിൽ ഉണ്ടാവുകയാണ്. ഈ പാഠഭാഗത്തിൻ്റെ ഈ കഥയുടെ അവസാനം എന്ന് പറയുന്നത് പിറ്റേ ദിവസം, അതായത് ഈ ശരണാലയത്തിൽ അമ്മയെ കൊണ്ടാക്കുന്നതിൻ്റെ പിറ്റേ ദിവസം അവർക്കൊരു ഫോൺ വരികയാണ്. ആ തലേ ദിവസം രാത്രിയിൽ അമ്മ ഹൃദയസ്തംഭനം മൂലം മരിച്ചുപോയി എന്നുള്ള ഒരു വാർത്തയാണ് അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പം ഇത് അവരെ വല്ലാതെ അമ്പരപ്പിക്കുന്നു, അല്ലെങ്കിൽ വല്ലാതെ വേദനിപ്പിക്കുന്നു. അപ്പം അമ്മയെ അവിടേക്ക് വീണ്ടും അവരുടെ മൃതശരീരം അവിടേക്ക് കൊണ്ടുവരികയാണ്. സ്വന്തം വീട്ടിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ അമ്മ വരികയാണ്. അതിനെല്ലാം ശേഷം വളരെയധികം കുറ്റബോധം ഗോപൻ അനുഭവപ്പെടുകയാണ്. തൻ്റെ അമ്മയെ താൻ വേദനിപ്പിച്ചു എന്നുള്ള ഒരു തിരിച്ചറിവിൽ അതിൽ ഒരുപാട് ആലോചിക്കുന്നു. അയാൾക്ക് വലിയ പശ്ചാത്താപമുണ്ട്, വലിയ വേദനയുണ്ട്. എങ്ങനെയെങ്കിലും ഇതിന് പ്രായശ്ചിത്തം ചെയ്യണം എന്നുണ്ട്. അങ്ങനെയാണ് അയാൾ ആ ചിന്തയുടെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ടാണ് അയാൾ തീരുമാനമെടുക്കുന്നത്. ഇനി താൻ ഈ വീട്, അമ്മ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ അമ്മ ജീവിച്ചിരുന്ന ഈ വീടും സ്ഥലവും വിട്ട്, പറമ്പും വിട്ട് താൻ ഇനി ഒരു ഗൾഫിലേക്ക് പോകുന്നില്ല. തൻ്റെ മക്കളും കൂടെ ഇവിടെ പഠിക്കട്ടെ, ഇവിടെ ജീവിക്കട്ടെ എന്നുള്ള ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ഗോപൻ എത്തുന്നതോടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഇവിടെ പി പത്മരാജനെ കുറിച്ച് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് എന്താണ്, നമ്മളെ ഈ വൃദ്ധസദനം എന്ന് പറയുന്ന ഒരു സങ്കല്പം പോലും അധികം ഉണ്ടായിട്ടില്ലാത്ത ഒരു കാലത്ത്, വിദേശങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സിനിമ, 1985 ഈ സിനിമ റിലീസാവുന്നത്. അപ്പോൾ ആ അവസരത്തിൽ പോലും, അല്ലെങ്കിൽ അത് ഇനിയും നമ്മുടെ ഇടയിലേക്കും വരാൻ പോവുകയാണ് എന്നൊരു ചിന്ത, അല്ലെങ്കിൽ ഇങ്ങനെയും സംഭവിക്കാം എന്നുള്ള ഒരു ചിന്തയാണ് ഈ ചലച്ചിത്രത്തിലൂടെ പത്മരാജൻ മുൻപോട്ട് വയ്ക്കാൻ ശ്രമിച്ചത്. അപ്പം എന്താണ്, മുൻപേ കാണാൻ കഴിയുക, വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന ഒരു സ്ഥിതിയും കൂടെ ആ ചലച്ചിത്രകാരൻ ഉണ്ടായിരുന്നു എന്ന ഒരു തിരിച്ചറിവ് നമുക്ക്
ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ പല സാഹിത്യകാരന്മാരും വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻപേ തന്നെ കാണുവാൻ കഴിവുള്ള, അതിനുള്ള പ്രതിഭയും സിദ്ധിയും ഉള്ളവരായിരുന്നു. കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം പത്മരാജൻ എന്നുള്ളതും കൂടെ ഓർക്കുക. അദ്ദേഹത്തിൻ്റെ ഇതായിട്ട് ഏതാണ്ട് 36ഓളം തിരക്കഥകളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. എല്ലാം ഒന്നിനൊന്ന് മികച്ച ചലച്ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത്. അതിൽ ചിലത് മാത്രം സൂചിപ്പിക്കുകയാണ്. പെരുവഴി അമ്പലം, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, മൂന്നാം പക്കം, തിങ്കളാഴ്ച നല്ല ദിവസം, ഞാൻ ഗന്ധർവൻ തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിൻ്റെ ഒന്നിനൊന്ന് പ്രശസ്തങ്ങളായ ചലച്ചിത്രങ്ങളാണ്. അദ്ദേഹം തിരക്കഥ എഴുതിയ ചിത്രങ്ങളുണ്ട്, തിരക്കഥയും സംവിധാനവും നിർവഹിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ധാരാളം കഥകൾ ചെറുകഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ രംഗങ്ങളും, സാഹിത്യത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കൈപ്പതിപ്പിച്ച ഒരു അതുല്യ പ്രതിഭയായിരുന്നു. എന്നാൽ അകാലത്തിലാണ് അദ്ദേഹം നമ്മളോട് വിട പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാഠഭാഗത്തെക്കുറിച്ചുള്ള ചർച്ച അവസാനിക്കുകയാണ്. നമുക്ക് പഠന പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.